ഇത് എഡിറ്റർ കുങ്കുമം വീക്ക്ലി കൊല്ലം, ഇത് ഭാഷാ പോഷിണി കോട്ടയം. ദേ കാര്യമൊക്കെ കാര്യം. ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദിക്കൊടുക്കയിലിടാൻ 25 റുപ്യയും തരണം. തരാടി ആർത്തി പണ്ടാരെ. പക്ഷെ 25 തരില്ല, 10 രൂപ തരാം. പള്ളി പറഞ്ഞോ. എന്താ രൂപയുടെ കണക്ക്? എന്റെ എടുത്തി സ്കൂളിൽ പോണ കൂട്ടത്തിൽ 2 കവർ വാങ്ങി സ്റ്റാമ്പ് ഒട്ടിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂലി അവള് ചോദിക്കുന്നത്. ദേ നീ വലിയ ഗമ കാട്ടിയല്ലേ, ഇത് പോസ്റ്റ്മാൻ കുമാറിന്റെ കൊടുത്തുവിടാൻ എനിക്കറിയാം. എങ്കിൽ കവിത അച്ചടിച്ചു വന്ന തന്നെ. സ്റ്റാമ്പിന്റെ പൈസക്ക് ട്രാക്ക് വാങ്ങി കുടിച്ചിട്ട് കുമാർ നേടത്തിയുടെ ഈ കവിത ചെറുവണ്ണൻ പുഴയിൽ ഒഴുക്കും. ചെല്ല് ചെല്ല്. ദേ കവർ വിലാസം എഴുതുമ്പോ മാറിപ്പോരുത്. വല്ലാത്തൊരു സാധനം തന്നെ. സാറിന് ജോലി ചെയ്യാൻ ഒരു മേശയും കസേരയിടാനുള്ള സ്ഥലമല്ലേ വേണ്ടു? എനിക്ക് എത്ര സ്ഥലം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്താണ് പ്രശ്നം? ഇച്ചായ കൃഷി ഓഫീസിലുള്ള നമ്മുടെ നെല്ലും വിത്തൊക്കെ എടുത്ത് മാറ്റണത്ര. ഞങ്ങളുടെ നാലിയാക്ക് വിത്തും നെല്ലും അകത്തിരുന്ന ഇയാൾക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഓഫീസർമാർ വന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുമുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത. ഇതിന് മുമ്പുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, 4 മുറിയുള്ള കെട്ടിടം വാടകയ്ക്ക് വന്നിട്ട് അതിൽ 3 എണ്ണവും നിങ്ങൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല. 1 മാസത്തെ അവധി വരും. ആ ചാക്ക് കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിലോ? മാറ്റണം. സാറേ, ഈ തുമ്മിച്ചനാള് മഹാപെശക. അതിലും മോശം മക്കള്. ഇവിടെ പല ആദിവാസി പെണ്ണുങ്ങളെ അതും ഇതും പറഞ്ഞും കൊടുത്തവര് പഴപ്പിച്ചിട്ടുണ്ട്. സാറ് വെറുതെ അവരുമായിട്ട് കച്ചറയ്ക്കൊന്നും നിൽക്കണ്ട. ദേ സാറിന് കൂട്ടുവന്നല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാത്രി ഊണഴിക്കാൻ വരില്ലേ? നല്ല 1-ാം തരം പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ശങ്കരേട്ടൻ എന്തായിരുന്നു ലാത്തി? നാട്ടിലെ പ്രേമത്തെ കുറിച്ചാ? പ്രേമോ? പ്രേമിച്ച പെണ്ണിനെ വേറെ ആള് കെട്ടി കുട്ടികളുമായി. എന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അവരെ കുറിച്ച് പറയാൻ 100 നാവാ. കടയ്ക്കുവാ പേരായിട്ടിരിക്കുന്നത് ഭാനുമതി വിലാസം. ഞാനാ സാറേ പാപ്പച്ചി. ആന ചവിട്ടിയ? ആന ചവിട്ടി വാസ്തവം. പക്ഷെ ഞാൻ ഉരുണ്ടു മാറി രക്ഷപ്പെട്ടു. തെറിച്ചു വീണ എന്റെ ഡയറി തൊണ്ടിയായിട്ട് എടുത്ത് ചില തെണ്ടികൾ ഞാൻ ചത്തെന്ന് പറഞ്ഞു വരുന്നു. എന്നാ ആൾക്കാരെ വിഷമിപ്പിക്കാതെ വീട്ടിൽ പോയിക്കൂടെ? അതിലും ഭേദം ആനയുടെ ചോട്ടിൽ ചെന്ന് കിടക്കുന്നതാ. എടാ, ആനയേക്കാൾ ഭയങ്കരനാണ് എന്റെ അമ്മായി അച്ഛൻ. സാറിന്റെ താമസ സൗകര്യം എല്ലാം ശരിയായി. മരിച്ചുപോയ താൻ എങ്ങനെ എന്റെ താമസക്കാര്യം ശരിയാക്കുന്നത്? ഞാൻ മരിച്ചത് ഇന്നലെയല്ലേ. ഇത് ഞാൻ മെനിഞ്ഞാന്നേ ശരിയാക്കിയതാ. സാറിന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു വീട്. പക്ഷെ വാടക ഇത്തിരി കൂടും. 500 രൂപ, 2000 രൂപ അഡ്വാൻസ്. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. അപ്പൊ നാളെ പുഴക്കരെ വെച്ച് കാണാം. വരട്ടെ മോനെ. അയ്യോ, 3-4 ദിവസമായില്ലേ ആ പയ്യൻ നിന്ന് അമറിലോട് അമറില്. അതിനൊന്ന് ചവിട്ടിക്കാൻ കൊണ്ടാലും ഇവിടെ ഉള്ളവർക്ക് നേരമില്ലല്ലോ. ആ നേരത്തെ അവളുടെ ഒരു പശുവിനെ ചവിട്ടിക്കല്. നീ തന്നെ ചവിട്ടിയാ മതി. തങ്കപ്പാ. തങ്കപ്പോ, ഇത്തിരി ചുണ്ണാമ്പ് തരുവോ? ചുണ്ണാമ്പില്ലെങ്കിൽ തീപ്പെട്ടി ആയാലും മതിയടാവേ. ഭ്രാന്ത് പിടിച്ചു. അറിഞ്ഞോ? നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. കുഞ്ഞോച്ചാ, നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. ചെണ്ട ഭ്രാന്ത്. ഇന്ന് രാത്രി മുതൽ ചെണ്ട പൊട്ടിക്കൊണ്ടിരിക്കുക. ഈശ്വര, അത് വലിയ കഷ്ടമായി പോയി. അല്ല, മൂപ്പർക്ക് എന്ത് പറ്റി? എന്തോ കണ്ട് പേടിച്ചതാ. ഇന്നലെ രാത്രി വെളുക്കിരിക്കാൻ പോയപ്പോ ഒരു ഗന്ധർവൻ വന്ന് ചുണ്ണാമ്പ് ചോദിച്ചു അത്രേ. അത് കൊടുത്തോ? ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാന്നാടാ കരുതിയത്? നമ്മളെ തൂങ്ങിച്ചത്ത പോലീസുകാരല്ലേ? നല്ല ശകുനം. എങ്ങടാ വേണോ? ഇല്ലത്തേക്ക് തന്നെ തമ്പ്രാ. താഴത്തെ വയലിൽ ആദ്യം കൊലച്ചതാ. അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ കൊണ്ടുവന്ന് തരണോന്ന്. പതിവ് തെറ്റിക്കണ്ടെന്ന് ഞാനും വെച്ചു. എങ്ങോട്ടാ തമ്പ്രാ എല്ലാരും കൂടി? എല്ലാരും കൂടി അല്ല, ഗിരിജ സ്കൂളിലോട്ടും ഞാനും ഉത്തരയും കോടതി വരെ ഒരു വ്യവഹാരം. ഉത്തരയുടെ ഇല്ലത്തെ ഭാഗത്തിന്റെ തീർപ്പാ. രാധേടത്തി ആവത്തുണ്ട്. വേഞ്ചല്ലേ, ഏടത്തേക്ക് ട്യൂഷൻ വന്ന നേരമായി. ഓ ശരി. വല്യമാമ എന്തിനാ നിങ്ങൾ പോണ കാര്യമൊക്കെ അയാളോട് വിസ്തരിക്കാൻ പോയത്? അല്ല, എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാ പിന്നെ എന്താ പറയാ? എടോ പാപ്പച്ചി, ആ വീട് ഞാനിവിടെ ഉണ്ട്. താനിത് എവിടെ പോയിരുന്നു? ഇങ്ങനെ എത്ര കാലം താൻ ഒളിച്ചും പാത്തും കഴിയും? ലോകത്തിലെ എല്ലാ മഹാന്മാർക്കും ഉണ്ട് ഒളിവ് ജീവിതം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുസ്തകം എഴുതാൻ. ഒളിവിലെ ഒളിവില്ലാത്ത ഓർമ്മകൾ. എന്റെ കർത്താവെ, വെളിച്ചപ്പാട്, ഞാൻ ഒളിക്കുവാന്നേ. ഈ വാളും കോഴിയായിട്ട് എങ്ങോട്ടാ? പാപ്പച്ചിയുടെ പ്രേതം തങ്കപ്പന്റെ ദേഹത്ത് കൂടിയിരിക്കുക. അങ്ങനെ കൂടാൻ പറ്റുമോ? അത് ഒഴിപ്പിക്കാൻ പോവാ.
എടോ കോമരമേ, കണ്ടോ എന്റെ പ്രേതം ഒഴിപ്പിക്കാൻ പോവാ. ഒഴിപ്പിക്കട്ടെ, സാറ് വന്നേ. ഈ വീടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങാം. വീട്, അയ്യോ എടോ എടോ ബാബുജി, പോയോ? വന്നാട്ടെ. അമ്മേ, തല തട്ടരുത്. ഇതാണോ വീട്? ഇത് തന്നെ. ഇവിടെ താമസമില്ലേ? ഒരു 10 മിനിറ്റ് കയറുക, പെട്ടി വയ്ക്കുക, പോവുക. എടോ അതല്ല ചോദിച്ചത്, ഇവിടെ ആള് താമസമില്ലേന്ന്. മേളിലില്ല, താഴെയുണ്ട്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. സാറിന് സ്ഥലം എങ്ങനെ? പിടിച്ചോ? പിടിച്ചെങ്കില് പറഞ്ഞ കാശ് അഡ്വാൻസ് കൊടുക്ക്. അല്ല, ആരെങ്കിലും വന്ന് ചോദിച്ചാല്? ആരും വന്ന് ചോദിക്കില്ല, ഞാൻ സമ്മതം മേടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ചോദിച്ചാല് പാപ്പച്ച് കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. അതിന് താൻ മരിച്ചുപോയി? അയ്യോ, അല്ല, മരിക്കുന്നതിന് മുമ്പ് സാറിനെ കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. വന്നാട്ടെ. ബാഗ് അല്ലേ വേണ്ട. തുണി മാറ്റട്ടെ. അല്ല, ഈ തുണിയൊക്കെ മാറ്റട്ടെ എന്ന്. താഴത്തെ ആൾക്കാരുടെയാ. തൽക്കാലം ഇവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തുണി ഉണക്കാൻ ഉപയോഗിക്കാം ഇവിടെ. അത് അവരൊന്നും എടുത്തോളും. എന്നാ ഇറക്കട്ടെ സാർ? ശരി. അല്ല, അഡ്വാൻസ് ഈശോയെ 2000 ഒന്നല്ലേ പറഞ്ഞേ? അല്ല, ഇല്ലമായതുകൊണ്ട് 3000 ഇല്ലാതെ പറ്റില്ല. കണ്ടില്ലേ കട്ടിലും? 3000 ഉണ്ട്. എന്നാ പോയിട്ട് വരട്ടെ സാർ? ശരി. കൂടിയ എനമ മരുന്നും മന്ത്രവാദവും ഒക്കെ ഒപ്പത്തിനൊപ്പം വേണം. മന്ത്രവാദം ചെയ്യാമെന്ന വെളിച്ചപ്പാടും പാപ്പച്ചിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുക. കുറുന്തോട്ടിക്ക് വാദം. വെളിച്ചപ്പാടും പേടിച്ചു എന്ന് പറഞ്ഞാ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വൈദ്യരെ, ഈ കടപ്പാടം വിറ്റാണെങ്കിലും വേണ്ടില്ല, ഇങ്ങരുടെ ബോധം ഒന്ന് നേരെയാക്കി തരണം. തങ്കപ്പ, കുറച്ചു നേരത്തെ ഈ കൊട്ടം നിർത്ത്. എന്തോരം ഒച്ചയെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്റെ ഈശ്വര. അയ്യോ, അവിടെ പോണ്ട, ഞാൻ അയാളെ മുറിയിൽ വെച്ച് കൂട്ടിയിരിക്കാ. കണ്ടു? നീ ശരിക്കും കണ്ടു? കണ്ടു. അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റാ. അയാളിൽ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോലെ. ഓടി വരണേ, കള്ളനെ പൂട്ടിയിരിക്കുന്നു. എന്താ? ഓടി വരണേ, ഓടി വരണേ നാട്ടുകാരെ, കള്ളനെ പിടിക്കാം. കള്ളനെ പിടിക്കാം. മേളത്തെ മുറിയിലുണ്ടോ? ഞാൻ അങ്ങോട്ട് നാളെ കൂട്ടിട്ട് വരാം. എന്നിട്ട് വല്ലതും കൊന്നോ? ഇല്ല, വേഗം വാ, ആളെ കൂട്ടാം. എടോ, ഇതൊന്ന് തീർത്തിട്ട് പോടോ. ഒന്ന് തീർത്തിട്ട് പോവാൻ. ആണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാളെ ബോണ്ട് എടുത്ത് കയ്യിലേക്കാം. അതേതായാലും ബോംബ് മാതിരി ഉണ്ടല്ലോ. അതല്ലടോ കാക്കേ. ടോമി, നീ ആ ഓമനയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാറാവ് വെക്കുന്ന പോലീസുകാരുടെ തോക്കുമായിട്ട് വേഗം വരാൻ പറ. നിങ്ങൾ വിട്ടോ, ഞാൻ കട. ഞാൻ ഇപ്പൊ തന്നെ എത്താം. എടോ, ഒന്ന് വടിച്ചു തീർത്തിട്ട് പോടോ. ഒന്ന് വേഗം ആവട്ടോ. ശങ്കരന് വടിയിട്ട് എനിക്ക് വടിയൊന്നും വേണ്ട, വെട്ടോത്തേക്ക് തന്നാ മതി. ഒന്ന് പോടോ. ഇനി ആരും അറിയിക്കേണ്ടത്? ചെന്നവിടാനും വയ്യ തയ്യണോ? പോയട്ടെ. നല്ല ബെസ്റ്റ് നാടൻ വക്കിലെ മുളക. ഇതിട്ട് മുറി പുകച്ച ഏത് വീരപ്പനും പുറത്തിയാടും. പോകാൻ വരട്ടെ, ആ തോക്കുണ്ടട്ടെ. പോലീസുകാരൻ അവിടെ ഇല്ല. പിന്നെ വരണ വഴിക്കാൻ വെടിക്കാരൻ തൊമ്മിയുടെ വീട്ടിൽ കയറി. ഇവിടെ തോക്ക് വാങ്ങി എത്തും. എന്നാ പിന്നെ നമുക്ക് തൊമ്മി വന്നിട്ട് പോകാം. തൊമ്മി വരുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് കാട്ടി.
അയ്യോ ഇത് കള്ളനല്ല, നമ്മുടെ കൃഷി ഓഫീസറാണ്. എല്ലാരും പിരിഞ്ഞു പോണം. ഇത് നമ്മുടെ പുതിയ കൃഷി ഓഫീസറാണല്ല. തൊമ്മി ആകാശത്തേക്ക് വെടിവെക്ക്, ജനക്കൂട്ടം പിരിഞ്ഞു പോട്ടെ. അല്ല സാറേ, സാറെങ്ങനെ ഇതിനകത്ത് വന്നത്? എന്നെ ആ പാപ്പിച്ച് പിടിച്ച് ഇതിനകത്തുണ്ടാക്കിയതാ. 3000 രൂപ അയാൾ വാങ്ങിക്കൊണ്ട് പോയി. അതിന് പാപ്പച്ചി എത്തില്ലേ? ഇല്ല, പാപ്പച്ചി ചത്തിട്ടില്ല, ഞാൻ കണ്ടതാ. പാപ്പച്ചി എത്തിട്ടില്ലേ? എന്നടാ ഈ ചെറിയ പെട്ടി മേടിച്ചേ? ആന ചവിട്ടിയതല്ലേ, ഇത് മതി. എടാ അവൻ എന്നോട് പൊക്കോണ്ടാ. എന്റെ അച്ചായ, ആന ചവിട്ടി കൊന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടല്ല പെട്ടി വാങ്ങുന്നത്. എന്തായാലും കുറുക്കനും ചെന്നായും തിന്നതിന്റെ ബാക്കി കുറച്ച് എല്ലും കഷ്ണങ്ങൾ ഉണ്ടാവും. അതിന് ഈ പെട്ടിനെ ജാസ്തിയാ. എടാ ചത്തിട്ടില്ല. ആര്? നമ്മുടെ പാപ്പച്ചി ചത്തിട്ടില്ല. ചേപ്പാട്ടൂര് കയറിയ ആഫീസർ പാപ്പച്ചിയെ കണ്ടു. മാഷ് വേലെല്ലാം പറഞ്ഞേ. നടന്നു അച്ചായ, പെട്ടിയുടെ കാശ് അത് നിന്റെ അപ്പം തരും. ഭാഗ്യം തന്നെ, വെടിക്കാനും തൊമ്മി ഉന്നം വെച്ച കാഞ്ചി വലിക്കാതിരിക്കില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതും ഇതും പറഞ്ഞ് സാറിനെ ആദ്യം പിടിപ്പിക്കല്ലേ. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. പാപ്പച്ചി ചത്തറില്ല എന്നല്ല പറയുന്നേ, അവങ്ങോട്ട് വരട്ടെ. ഓൻ വരുന്ന ശിവൻ സാർ പെരുവഴി കിടക്കുന്ന മാഷ് പറയണേ. എന്തിനും ഒരു ന്യായഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാ വല്യമ്മാമ പറയട്ടെ. അതെ, എനിക്ക് പാപ്പച്ചിയോട് ഒരു 25,000 രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ കൃഷി ഓഫീസറായിട്ട് വന്ന ഒരു സ്ത്രീയെ തെക്കിനി വെച്ച് താമസിപ്പിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രത്തോളം കടബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അവരങ്ങ് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമോ താമസിപ്പിക്കുന്ന കാര്യമോ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരോടൊക്കെ സമ്മതം വാങ്ങിയെന്നാ പാപ്പച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളറുള്ള കാര്യമൊന്നും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? പാപ്പച്ചി ഇദ്ദേഹത്തോട് മേടിച്ച കാശ് കൊടുക്കുന്നത് വരെ ശിവൻ സാർ തെക്കിനി താമസിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ പാപ്പച്ചി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുക. അതല്ലേ അതിന്റെ ഒരു ന്യായം. എന്റെ മരുമോൻ കാണിച്ച പോക്കൃത്തരം കൊണ്ട് ഒരാൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അതിപ്പോ നിന്നിപ്പോ 3000 രൂപയൊക്കെ എടുക്കാന്ന് പറഞ്ഞാ ദേ, അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയല്ല. വല്യമാമേ, ശിവൻ സാർ ഇവിടെ താമസിക്കട്ടെ. അതുകൊണ്ട് വല്യമാമിക്ക് ഒരു ദോഷം ഉണ്ടാവൂല. ഞാനാ പറയണേ. സാർ മേളിലേക്കല്ലേ? വന്നാട്ടെ. ചെല്ലേ. എന്താ വലിയമ്മ ഇത്? അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാൾ നിറപറയാൻ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ? കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏതു വഴിക്കും കൊടുത്തേ പറ്റൂ കുട്ടികളെ. വല്യമ്മ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക. ചോദിക്കാനും പറയാനും ആളില്ലാത്ത 3 പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചോറിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. ഇറങ്ങാം. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതിന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാ വരുന്നത്. എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകി എന്നൊക്കെ വിളിക്കുന്നത്. തന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്ന വികാരം ഉണ്ടല്ലോ. 3 പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല, പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ. ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത്. പൊയ്ക്കോളാം. പക്ഷെ അതിനെ പണ്ടം വെച്ച് കടം വീട്ടാനൊന്നും നിൽക്കണ്ട. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞവൻ തന്നെ. മാപ്പാക്കണം. ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം. സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം. ആ പെൺകുട്ടികളോട് ഇത്ര ചൂടാവുണ്ടായിരുന്നു. അല്ല, ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു. വല്ല കാട്ടാനയുടെയും ചവിട്ടും കൊണ്ട്. പേടിക്കണ്ട, ഞാനിത് അവരോടൊന്നും പറയില്ല. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും അതെ, ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ. അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ആയിരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് അല്ല, പറഞ്ഞല്ല. എങ്ങടാ ഈ മോന്തിക്ക്? ശങ്കരേട്ടന്റെ പീടികയിലേക്ക് ഊണ് അവിടെ പറഞ്ഞിരിക്കണേ. ആ, വെളിച്ചം എന്തെങ്കിലും എടുത്തോ. ഇഴജന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ.